ആ സുഷ്മേ, എന്തേ വല്ല വിവരമുണ്ടോ? ഇല്ലേ? ഈശ്വര, പിന്നെ ടെൻഷൻ ഉണ്ടാവില്ലേ? ആ എന്നാലും നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കും, ഞാൻ രാത്രി വിളിക്കാം. ആ അവിടെ ആരും അറിഞ്ഞില്ലല്ലോ അല്ലേ? ശരി ശരി. എന്താ എന്ത്? അതാ ചോദിച്ചാ എന്താ? ഒന്നുമില്ല. ആ അല്ല, അമ്മ എന്താ നേരെ അടുക്കളയിലോട്ട് വന്നത്? ബാഗ് എന്താ ഇവിടെ വെച്ചിരിക്കണ്? ഫ്രഷ് ആയില്ലേ? ഫ്രഷ് ആയില്ലേന്ന്? ഫ്രഷ് ആയില്ല. എന്താ? അച്ഛനോട് പോയി. അച്ഛൻ എവിടെ ഉണ്ടായിരുന്നു? ഇത്തിരി മുമ്പ് ആവാസങ്ങളൊപ്പം പുറത്തു പോയി തോന്നുന്നു. പോയാ? അമ്മ എന്താ പ്രശ്നം വല്ലതും ഉണ്ടാ? എന്ത് പ്രശ്നം? അമ്മയുടെ മുഖത്ത് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. എന്തെങ്കിലും ടെൻഷൻ നീ പറഞ്ഞു എന്റെ അടുത്ത് പറ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ല, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്തോ ഉണ്ടെന്ന്. ഇത് ഓഫീസിലെ സ്ട്രെസ് ആയിരിക്കും. നേരത്തെ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പൊ മാനേജർ ആയതുകൊണ്ടാ ഫുൾ ലോഡ് വർക്ക് അമ്മയുടെ തല വന്നിരിക്കണത് അല്ലേ? അല്ല, അമ്മ ചായ ഇട്ടില്ലേ? ചായ ഇട്ടില്ല. അപ്പൊ ചായ വേണ്ടേ? ചായ എടുത്ത പ്രശ്നം ഇപ്പൊ നിനക്ക് ചായ വേണോ? എനിക്ക് വേണമെങ്കിൽ ഇട്ട് കുടിക്ക്. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താ? പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞല്ലോ. പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഓഫീസിലെ ഒരു ഫയല് കാണില്ല, അത് തന്നെ പ്രശ്നം. ഇവിടെ ഫയല് എവിടെ ഓടിപ്പോയി, അത് തന്നെ പ്രശ്നം. ഒരു വേറെ പ്രശ്നമൊന്നുമില്ല. അമ്മ പാറ മൈക്കിടന്ന് ഉരുണ്ട് കളിക്കണം എന്തിനാ? അമ്മ എന്റെ അടുത്ത് അങ്ങ് പറഞ്ഞാ പോലെ. പ്രശ്നമില്ലാന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ വിഷ്ണു കൊണ്ട് വന്നേ. വേറെ പ്രശ്നമൊന്നുമില്ല, അച്ഛൻ അറിയരുത്. ശരി, ആരും അറിയില്ല. അമ്മ എന്റെ അടുത്ത് കാര്യം പറ, നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യല്ല. എടാ, ഈ സുഷമയ്ക്ക് ഒരു കസിൻ ഇല്ലേ? സുഷമയുടെ കുഞ്ഞമ്മയുടെ മോൻ രാജീവ്. ഇടയ്ക്ക് സുഷമ ഓഫീസിൽ ആ പയ്യന്റെ കൂടെ വരാറുണ്ടല്ലോ. ഞാൻ ഒരു പ്രാവശ്യം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് കുഴപ്പമൊന്നുമില്ല, അവൻ നല്ല പയ്യനാണ്, നല്ല സ്വഭാവമൊക്കെയാണ്. അവനിപ്പോ ഈ അടുത്ത് ഒരു ഫിനാൻഷ്യൽ കമ്പനി തുടങ്ങിയായിരുന്നേ. വേറെ പ്രശ്നമുള്ള കമ്പനിയൊന്നും അല്ല, നല്ല കമ്പനി തന്നെ. പലിശക്ക് കൊടുക്കുക, ഗോൾഡ് മേടിച്ചു വെച്ചിട്ട് പൈസ കൊടുക്കുക, അത്യാവശ്യം അങ്ങനത്തെ പലിശക്ക് കൊടുക്കുന്ന പരിപാടി. ബിസിനസ്സിന് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്ന ബിസിനസ് ആയിരുന്നു. അപ്പൊ ഈ ലാഭത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഇടയ്ക്ക് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ലാഭത്തിന്റെ ക്യാഷ് എടുത്തിട്ട് വേറെ കാര്യത്തിന് ഞങ്ങൾ മറിച്ചായിരുന്നു. ലാഭത്തിന്റെ പൈസ കുറച്ചെടുത്ത് അവൻ വേറെ കാര്യത്തിന് മറിച്ച്. ഈ മറിച്ച കൂട്ടത്തില് ഗോൾഡ് ആൾക്കാർ കൊണ്ടൊന്ന് കൊടുക്കില്ലേ? അതും കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഗോൾഡ് എടുത്ത് വേറെ മറിച്ച്. അതല്ലടാ പ്രശ്നം, അവൻ ഇന്നലെ തൊട്ട് ഇവിടെ നിന്ന് മുങ്ങി. അവനാ മുങ്ങിയതേ. മൊത്തത്തിൽ ഇപ്പൊ കഷ്ടമായല്ലോ. കഷ്ടം അവനല്ലല്ലോ, കഷ്ടം ബാക്കിയുള്ളവർക്കല്ലേ. ബാക്കിയുള്ളവർക്കെന്ന് പറഞ്ഞാ സുഷ്മ 2 ലക്ഷം രൂപ അവന് കൊടുത്തായിരുന്നു. ബെസ്റ്റ്. 2 ലക്ഷം രൂപ ഞാനും കൊടുത്തു. 1 ലക്ഷം. പതുക്കെ പറ. എത്ര? 1 ലക്ഷം. 1 ലക്ഷം രൂപയാ അമ്മക്ക്? അമ്മ ഇപ്പൊ കൊടുത്തത്? സുഷ്മ ചോദിച്ചപ്പോ ഞാൻ കൊടുത്തു പോയതാ. അച്ഛനറിഞ്ഞ വീട് അറിയാണ്ടല്ലേടാ കൊടുത്തേക്കണത്. സുഷ്മ അതുപോലെ തന്നെയാണ്. സുഷ്മയുടെ കെട്ടിയവൻ അറിയാണ്ടാണ് 2 ലക്ഷം രൂപ സുഷ്മ. അച്ഛനറിഞ്ഞാൽ ഞാൻ തീർന്ന്. ടെൻഷൻ അടിക്കണ്ട, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അച്ഛൻ അറിയില്ല. അച്ഛൻ അറിയാതെ എന്തെങ്കിലും ചെയ്യാം. ആർക്കും അറിയില്ല അല്ലേ? ഇപ്പൊ എനിക്കറിയുള്ളൂ. എന്നാലും ആ 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യൂടാ? എന്റെ അടുത്താണ് അമ്മ ചോദിക്കണം. എന്തെങ്കിലും ചെയ്യാം. അമ്മ, അച്ഛൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ റെഡി. അതെ, എന്തായി ഒരു മരണ വീട് പോലെ? ആർക്കും മുണ്ടാട്ടം ഇല്ല, എല്ലാവർക്കും ഒരു മ്ലാനത. അറിയത് നീലു എന്തു പറ്റി? നീലു നീ എന്തു പറ്റിയെന്ന് നീ കാര്യം പറ. നീലു എന്തു പറ്റി? നീലു 24 മണിക്കൂറും നീലു അമ്മേനെ തലയിൽ വെച്ച് അമ്മ പറയണം കേട്ട് വിശ്വസിച്ച് നടന്നൊക്കെയാണ് ഈ കുഴപ്പത്തിന് കാരണം. കാര്യം പറടാ. ഞാൻ ഒന്നും പറയണില്ല. ഞാൻ അമ്മ പറഞ്ഞ അച്ഛൻ ഇഷ്ടപ്പെടില്ല. എടാ, അമ്മ പറഞ്ഞ അച്ഛൻ ഇഷ്ടപ്പെടൂല. അത് ഇത്ര നാളത്തെ അറിഞ്ഞൂടാ എനിക്ക്?
ആ നമ്മളൊരു 100 രൂപ ചെലവാക്കേണ്ട സ്ഥലത്ത് ഒരു 110 രൂപ വല്ലതും ചെലവാക്കി പോയാ അമ്മ ഇവിടെ കാണിക്കുന്ന പുകലിനൊരു അന്തവും കുന്തവും ഇല്ലല്ലോ. ഇല്ല. ആ ഇപ്പൊ കണ്ടില്ല, അമ്മയ്ക്കൊന്നും പറയല്ല അമ്മ. പൈസ സൂക്ഷിച്ചു ഉപയോഗിക്കണം, അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവാക്കണം. ഇതിനമ്മ എന്തോ ഒരു പേര് പറയലോടോ, എന്തോ ഇത്? നിർവ്വയം. നിർവ്വയം. നിർവ്യയം അല്ല, ദുർവ്യയം. ദുർവ്യയം. ആ ദുർവ്യയം. അത് മാത്രം പിന്നുണ്ട്, കുടുംബത്തെ മറച്ചു വെച്ച് ഒന്നും ചെയ്യരുത്, കുടുംബത്തെ മറന്ന് ഒന്നും ചെയ്യരുത്. ഇതൊക്കെ പറഞ്ഞിട്ടിരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? അമ്മ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. അമ്മയ്ക്കൊരു വിചാരമുണ്ട് അമ്മ ഭയങ്കര സംഭവമാണെന്ന്. ഇപ്പൊ മനസ്സിലായ അടുതെറ്റി ആനയും വീഴൂന്ന്. ആ പറഞ്ഞല്ലേ ഞാൻ 100% യോജിക്കുന്നു. കുടുംബത്തിന്റെ സമാധാനം ഇതോടെ പോയി. ആ ദാ വന്നിരിക്കല്ലേ അച്ഛൻ. ഇനിയിപ്പൊ അച്ഛൻ എന്താ തരുവാണോ അതോളം മേടിച്ചോ, തല്ല എന്നാ അതും മേടിച്ചോളൂ, ഞങ്ങൾ ആരും ഇവിടെ നനങ്ങൂല. ഇവിടെ ഒരുത്തൻ മെഴുതിരി പോലെ ഇരിക്കുകയാണ്. ആ അച്ഛൻ മെഴുകുതിരി പോലെ ഇരിക്കുവാണ്, അച്ഛനെങ്കിലും ഇരിക്കത്തേ ഉള്ളൂ, അത് തന്നെയാണ് പ്രശ്നവും. അച്ഛൻ റിയാക്ട് ചെയ്യണം, റിയാക്ട് മെൽറ്റ് ഡൗൺ. അച്ഛ അമ്മ തല്ലല്ലേ അച്ഛ. എടാ ഞാൻ എന്തിനാണ് അതിന്റെ അമ്മയെ തല്ലണത്? എടാ ഇത്രയും കാലമായിട്ട് ഒരു തരി മണ്ണ് ഞാൻ അവളെ ദേഹത്ത് നുള്ളിയിട്ടിട്ടില്ല. എങ്ങനെയാ ഒന്ന് ഓർത്തു നോക്കി. പണ്ടെങ്ങാണ്ട വഴക്ക് കൂടി ഇപ്പൊ അറിയാതെ കൈയെടുത്ത് ഇങ്ങനെ ഒന്ന് ആക്കി. അപ്പൊ അവളെ കവളിക്കൊണ്ട് എടാ അന്ന് നീയൊക്കെ എല്ലാം കൂടെ എന്നെ വറചട്ടിയിൽ വിട്ട് വറുത്ത് കോരിയില്ലടാ. കോരിയില്ലേ? കാര്യം പറടാ, എന്ത് കാര്യം പറ, എന്താണ്? നീലു 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 എന്റെ കാര്യം എന്തേ കാര്യം? വാതിലടച്ച്. നീലു അമ്മ അമ്മ വാതിലോർക്ക. അറിയാലോ അച്ഛന്റെ ദേഷ്യം. ചങ്ങല പൊട്ടിച്ചിട്ടു. ചങ്ങല ഇതൊക്കെടാ വിളിച്ചു പറയണത്. ചങ്ങല ഞാൻ എന്നെ ചങ്ങല ഇട്ടേക്കണ ചങ്ങല ഇട്ടേക്കടാ എന്നെ. അമ്മ 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 ഡോർ അടച്ചാത്ത് കയറിയിരുന്ന ഒരു കാര്യമില്ല. അമ്മ മര്യാദക്ക് പുറത്തിറങ്ങി വന്നേ. നീലോയ് നീലോ ആ കണ്ടാ അച്ഛന് ദേഷ്യം വന്നു തുടങ്ങി. ആ ദേഷ്യം വന്ന് തുടങ്ങിയിട്ട് അച്ഛന്. തീർത്ത് കഴിഞ്ഞ്. ഞാൻ ഇവിടെ ദേഷ്യം വന്ന അച്ഛൻ ദേഷ്യപ്പെട്ടു ഇപ്പൊ തന്നെ. നീലു ഇവിടെ എന്തെങ്കിലും ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാന്ന്? എല്ലാ പ്രശ്നത്തിന്റെയും കാര്യം ഓഫീസാണ്. നീലു ഞാൻ അപ്പോഴേ പറഞ്ഞ് മാനേജർ ഒന്നും ആവണ്ടെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്? അമ്മ ഡോർ അമ്മ door തുറക്കണ്ട. കേട്ടാ അമ്മ അമ്മ ചവിട്ടി തുറക്കാനാ? ഞാൻ അതിന്റെ വല്ലവന്റെ വീട്ടിൽ ചവിട്ടി തുറക്കണത്? എന്തിന് ചവിട്ടി തുറക്കണമെന്നാ? അച്ഛൻ ഈ കാര്യം അറിഞ്ഞു കഴിയുമ്പോണ്ടല്ലോ ഡോറല്ല വീട് മുഴുവൻ ചവിട്ടി പൊളിക്കും. അമ്മ മര്യാദയ്ക്ക് തുറന്നിറങ്ങി വേണം. അവന് അച്ഛൻ നീ നിന്റെ അടുത്തേക്ക് എത്ര പ്രാവശ്യം ഞാൻ കാര്യം ചോദിച്ചാ? നീക്കെ പറഞ്ഞാ നീക്ക കൊമ്മ കൊമ്മ നടന്ന് വിളിക്കലല്ലേ ഉള്ളൂ. കാര്യം പറയടാ.